സീസൺ 6 തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാധാരണക്കാരുടെ പ്രതിനിധിയായ റസ്മിൻ ബായി പണി തുടങ്ങിയിരിക്കുകയാണ്. ഇക്കുറി കോമണർ കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുത്തത് തെറ്റിപ്പോയിരിക്കുന്നു. ഏഷ്യാനെറ്റ് സാധാരണക്കാരായ ഒരു കൂട്ടം പ്രേക്ഷകരോട് ചതിയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില യൂട്യൂബ് ചാനലുകൾ അതിനെ വിമർശിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തംബ്നെയിലുകളൊക്കെ സ്ക്രീൻഷോട്ട് ആക്കിക്കൊണ്ട് റസ്മിൻ ബായി ഇപ്പോൾ ഒഫീഷ്യൽ ഫാൻ പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഇതൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, റസ്മിൻ ബായിക്ക് വേണ്ടി ഒഫീഷ്യൽ ഫാൻ പേജ് പോലും വെളിപ്പെട്ടിരിക്കുന്നു. ബിഗ് ബോസ് ആരംഭിക്കുവാൻ 5 ദിവസം കൂടി ബാക്കി നിൽക്കുകയാണ്. കളി തുടങ്ങിയിട്ടില്ല. റസ്മിൻ ബായി ആരാണെന്ന് ആർക്കും അറിയില്ല. ആകെ കൂടി ലാലേട്ടൻ വന്ന് ഒരു പ്രൊമോയിൽ പരിചയപ്പെടുത്തിയ മാത്രം അറിവേയുള്ളൂ. സാധാരണ ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ പ്രവേശിച്ച് കളി തുടങ്ങി അത് കാണികൾക്ക് രസിച്ചു തുടങ്ങുമ്പോഴാണ് ഈ ഫാൻ ഫൈറ്റ് ഒക്കെ ആരംഭിക്കുന്നത്. കാരണം ഓരോരുത്തരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ജനം അവരുടെ ഫാൻസായി മാറുന്നത്. ഇവിടെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് പോലും എല്ലാവരും BB ഹൗസിൽ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ റസ്മിൻ ബായിക്ക് വേണ്ടി ഫാൻസിന്റെ അമിത പ്രസരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ തന്നെ പറയൂ, റസ്മിൻ ബായി സാധാരണക്കാരിയാണോ? ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കോമണർ കണ്ടസ്റ്റൻസ് ആകുവാൻ വേണ്ടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഇന്റർവ്യൂ ചെയ്ത് തിരഞ്ഞെടുക്കുന്നവർക്ക് ആ അസുലഭമായ അവസരം ലഭ്യമാകും എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണമടിച്ച് അങ്ങനെ വാനോളം ആൾക്കാർക്ക് പ്രതീക്ഷ നൽകിയിട്ട് ഒടുവിൽ സാധാരണക്കാർ എന്ന് പറയുവാൻ കഴിയാത്ത 2 ആൾക്കാരെ ആ സ്ഥാനത്തേക്ക് എടുത്തുവെച്ച ബിഗ് ബോസിന്റെയും ഏഷ്യാനെറ്റിന്റെയും തിരഞ്ഞെടുപ്പ് അത് സാധാരണക്കാരോട് കാട്ടിയ അനീതിയായിരുന്നു എന്നാണ് ഈ യൂട്യൂബ് ചാനലുകളൊക്കെ പ്രതികരിച്ചത്. പക്ഷേ അതിനെതിരെ റസ്മിൻ ബായി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ പറയുന്നത് തന്നെ ഡീഗ്രേഡ് ചെയ്തു, തന്നെ സൈബർ ബുള്ളിങ്ങിന് വിധേയാക്കി എന്നാണ്. സത്യത്തിൽ ഇവരാരെങ്കിലും റസ്മിൻ ബായിയെ വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കുകയോ സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തോ? എനിക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ സീസൺ 5ൽ കോമണർ കണ്ടസ്റ്റന്റായി എത്തിയ ഗോപിക ഏകദേശം 1 മാസം പിന്നിട്ടതിന് ശേഷമാണ് ജനത്തെ വെറുപ്പിച്ചു തുടങ്ങിയതെങ്കിൽ ഇവിടെ കളി തുടങ്ങുന്നതിന് മുമ്പ് ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് തന്നെ റസ്മിൻ ബായി ജനത്തെ വെറുപ്പിച്ചു തുടങ്ങി. ഇതിനിടയിൽ ആരതിപ്പൊടിക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയും ഒഫീഷ്യൽ ഫാൻ പേജിൽ പങ്കുവച്ചു. ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പേ എറിയുവാൻ പഠിച്ച റസ്മിൻ ബായിക്ക് നന്നായി അറിയാം എവിടെ കയറി കൊത്തിയാൽ കാര്യം നടക്കുമെന്ന്. പക്ഷേ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും മന്ദബുദ്ധികളല്ല എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ നല്ലത്. മൂപ്പൻസ് വ്ലോഗ്, രാജ് ടോക്സ്, U2C മീഡിയ എന്നീ ചാനലുകൾ കോമണർ കണ്ടസ്റ്റന്റിന്റെ തെരഞ്ഞെടുപ്പ് തെറ്റായിരുന്നു എന്ന് പ്രതികരിച്ചപ്പോൾ ഒരു പ്രമുഖ ലേഡി യൂട്യൂബർ കോമണർ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, കാഴ്ചയിൽ ദിങ്ങനെ ഇരിക്കണോ എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് മുൻപറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സിനും മറുപടിയുമായി ഒരു വീഡിയോ ഇട്ടു. ഈ വീഡിയോകളുടെ എല്ലാം പ്രസക്ത ഭാഗങ്ങൾ കൃത്യമായി മുറിച്ചെടുത്ത് പിന്നീട് അതെല്ലാം യോജിപ്പിച്ച് അതും ഒഫീഷ്യൽ ഫാൻ പേജിൽ റസ്മിൻ ബായി തൻ്റെ ആരാധകർക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു. ചുരുക്കത്തിൽ എല്ലാ അടവുകളും പയറ്റുവാൻ തനിക്ക് അറിയാം എന്നുള്ളൊരു ധ്വനി ഇപ്പോഴേ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു പോസ്റ്റും കൂടി ഞാൻ ശ്രദ്ധിച്ചു. ഒരാളുടെ അഭിപ്രായമായിട്ടാണ് അത് തുടങ്ങുന്നത്. ആ അഭിപ്രായം ഇങ്ങനെയാണ്: വാഴയാകാതിരുന്നാൽ മതി, പിന്നെ കരഞ്ഞു മെഴുകരുത്, ഒരു കാര്യത്തിനും വിമൻസ് കാർഡ് ഇറക്കുകയും അരുത്. അതിനുള്ള റസ്മിൻ ബായിയുടെ മറുപടി: ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, വാളെടുക്കാനാണ് തീരുമാനം. ആ പ്രസ്താവന എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അത് തന്നെ വേണം. വാഴയാകരുത്, കരഞ്ഞു മെഴുകരുത്, വിമൻസ് കാർഡ് ഇറക്കുകയും ചെയ്യരുത്. പൊരുതണം, പൊരുതി ജയിക്കണം. അതിന് പ്രേക്ഷകരുടെ സപ്പോർട്ടും കിട്ടും. പക്ഷേ ഇതൊരുമാതിരി ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടിയതുപോലെ ആയിപ്പോയി. പക്ഷേ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുൻപോട്ട് നീക്കാൻ. കാരണം ചിലതൊക്കെ തിരിഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരെണ്ണം ഇപ്പോൾ തിരിഞ്ഞടിച്ചിരിക്കുകയാണ്. വാളെടുക്കാനാണ് ഭാവം എന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ടു മുമ്പുള്ള പോസ്റ്റിൽ എന്തായിരുന്നു പറഞ്ഞത് എന്നുള്ളത് മറന്നുപോയി. ഡീഗ്രേഡിങ്, സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വാളെടുക്കാനാണ് ഭാവം എന്ന് പറഞ്ഞ വ്യക്തി അല്പം മുമ്പ് കരഞ്ഞുകൊണ്ടിട്ട പോസ്റ്ററിനെ കുറിച്ച് മറന്നു എന്ന് സാരമില്ല, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റാം. പിന്നെ സാധാരണക്കാരുടെ പ്രതിനിധി ആയതുകൊണ്ട് ഒരു കാര്യം പറയാം: ബിഗ് ബോസിൽ പോയി നന്നായി കളിച്ച് ജനത്തിന്റെ ഹൃദയം കീഴടക്കണം. അതിന്റെ വില ഒന്ന് വേറെ തന്നെയാണ്. അല്ലാതെ ഇമാതിരി ഗിമ്മിക്സുകളൊക്കെ കാട്ടുമ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും വെറുത്തു പോകാനാണ് സാധ്യത.